ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നേരം വൈകിട്ടെന്ന് സൺഡേ അല്ലേ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ വെള്ളമൊക്കെ ചൂടാക്കി വെച്ചാണ് കണ്ണൻ. പിന്നെ ഞാൻ നമുക്ക് പാത്രം കഴുകിയിട്ടില്ല, എന്നാൽ ഒന്നും എല്ലാം ക്ലീൻ ആക്കി വെച്ച് പാത്രം കഴുകി നോക്കിയപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചാണ് പുള്ളിക്കാൻ. അപ്പം എന്നാൽ പിന്നെ അമൃത വാല നോക്കാന്ന് വെച്ചാൽ പിന്നെ അമൃത വാലൊക്കെ തുറന്ന് അതൊക്കെ പുറത്തേക്കൊക്കെ നോക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് വേണ്ടേ, എന്നാൽ സ്റ്റാൻഡ് എടുത്തിട്ട് വരാം. മൊബൈൽ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ണോട് നമുക്ക് എടുത്തില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ സ്റ്റാൻഡൊക്കെ എടുത്ത് ഞാൻ പാത്രമൊക്കെ കഴുകി. അപ്പോൾ നോക്കിയപ്പോൾ വെള്ളം ചൂടായോ? ഇല്ല, ചൂടായില്ല. എന്ത് ചെയ്യാനാ? അപ്പം നോക്കി ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്ത് പതുക്കെ ഞാൻ പുറത്തേക്ക് വന്നു കേട്ടോ. ആ പുറത്ത് നിന്ന് ചായ കുടിക്കില്ലേ, അതൊരു എന്തോ ഒരു പ്രത്യേക സുഖമാണ്. എൻ്റെ ഗ്ലാസ് കുഞ്ഞ് ഗ്ലാസ്സാണ്, ഈ ചെറിയ ഗ്ലാസ്സിലാണ് ഞാൻ കുടിക്കുന്നത്. അങ്ങനെ ഞാനതേ സ്റ്റാൻഡൊക്കെ എടുത്ത് തിരിച്ച് വെച്ചു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്റ്റാൻഡൊക്കെ തിരിച്ച് വയ്ക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പുറത്തു നിന്നൊക്കെ ചായ കുടിച്ച് അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയേ ടേണ്ടടേ, ഞാൻ ഇന്നലെ തയ്ച്ചതാണ്, ഒരു സ്കേർട്ട് തയ്ച്ചാണ്. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഒരു വട്ടം കറങ്ങലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് സ്റ്റാൻഡ് പൊക്കിക്കൊണ്ട് വന്നു. അങ്ങനെ നോക്കിയപ്പോൾ ചോറ് ഇന്ന് അടുപ്പിൽ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ചോറൊക്കെ എടുത്ത് അടുപ്പിൽ വെള്ളമൊക്കെ വെച്ചു. 2 ഗ്ലാസ് അരിയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇന്ന്. കാരണം ഇന്ന് ഞാൻ പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോകുന്ന വെച്ചാൽ അവിടെ നിന്ന് എനിക്കൊന്നൊരു സമ്മാനം കിട്ടുന്നുണ്ട്. ഞാൻ നാളെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഇത് പോയി ഞങ്ങളുടെ ശാഖയിൽ. അപ്പോൾ അവിടെ നിന്നൊരു സമ്മാനം എനിക്ക് തരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ 2 ഗ്ലാസ് അരി വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ റേഷൻ അരിയാണ്, ഞങ്ങളുടെ നാട്ടിലെ നല്ല അടിപൊളി റേഷൻ അരിയാണ്. അതൊക്കെ നന്നായിട്ട് കഴുകി ഇനി അതെന്ത് ചെയ്യണം, ഈ കഴുകിയിട്ട് അതിലിടണം. അങ്ങനെ ഞാൻ ചോറ് പതുക്കെ അരി വെള്ളത്തിലേക്ക് ഇടാണ്. കുറച്ച് കയ്യിലൊക്കെ തെറിച്ചിട്ടാ. ശരി, എന്ത് ചെയ്യാനാ. അപ്പോൾ നോക്കിയപ്പോൾ അപ്പുറത്തുനിന്നൊരു വിളി, ചേച്ചീന്ന് പറഞ്ഞ് വിളിക്കണേ. അതാരാന്നറിയണ്ടേ? ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ മനുക്കുട്ടനാണ്. ഇനി മനുക്കുട്ടനോട് സംസാരിക്കാം കുറച്ച് നേരം. അങ്ങനെ മനുക്കുട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് നിന്ന് അപ്പം നോക്കിയപ്പോൾ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞു കേട്ടോ. വന്നപ്പോൾ കറി വയ്ക്കാനൊന്നുമില്ല, എന്താ നിൽക്കണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ് പപ്പടം വാങ്ങിച്ച് അരിയാൾ വെച്ചത്. അങ്ങനെ പപ്പടം എടുത്തു, 2-3 ഉരുളക്കിഴങ്ങെടുത്തു. നിങ്ങൾക്കറിയാമല്ലോ പപ്പടക്കറി എങ്ങനെയാണ് ഉണ്ടാകുക, ഞാൻ ഇന്നാൾ പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ഇന്നത്തെ പപ്പടക്കറിയൊക്കെ ഉണ്ടാക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, തേങ്ങയൊക്കെ ചെറിയിട്ട് ഞാൻ റെഡി ആക്കട്ടെ കേട്ടോ, ഇനി എനിക്ക് പോകണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. എനിക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ ഇടണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ടായി, തേങ്ങ ഇടേണ്ടതെല്ലാം നമ്മളെ മനക്കൂട്ടം പിന്നെയും വിളിച്ചു കിട്ടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.